ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 5 മണിക്ക് അലാറം വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ എണീച്ച് വരുന്നത് 5:30 ആകുമ്പം ഒട്ടും താല്പര്യമില്ല രാവിലെ എണീക്കാൻ. പക്ഷേ എണീക്കാതിരിക്കാൻ പറ്റൂലല്ലോ. രാവിലെ എണീച്ച അപ്പോൾ ഞാൻ ഫോണിൽ പാട്ട് വെക്കും, നല്ല ഭക്തിഗാനം വെക്കും. കൃഷ്ണൻ്റെ പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് അവിടെ ഓണാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു കേട്ടോ. അപ്പം ചോറിനുള്ള അരിയെല്ലാം തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഇനി ഉപ്പേരിക്കുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി ചക്കക്കണ്ടൽ കിട്ടിയ കാര്യം. അപ്പോൾ അമ്മ കുറേ ദിവസമായി എന്നോട് പറയുന്നത് വീട്ടിൽ ചക്കക്കണ്ടലായിട്ടുണ്ട്, വാ എടുത്തിട്ട് പോടുന്ന്. പക്ഷേ പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ ഞായറാഴ്ച ദിവസമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞായറാഴ്ച ദിവസമേ സനിച്ചേട്ടനെയും ലീവില്ലൂ. അതേപോലെ അമ്മയും വീട്ടിൽ ഞായറാഴ്ച ഉണ്ടാവുള്ളൂ. അമ്മ പണിക്ക് പോകുന്നതാണ്, ദിനേശ് പിടിക്കാൻ പില്ലാന്നെ പയ്യന്നൂർ. അപ്പോൾ രാവിലെ പോവും, പിന്നെ വൈകുന്നേരം 6 മണി 6:30 ആ ടൈം ആകുമ്പോൾ അമ്മ വീട്ടിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പോയിട്ട് എടുത്തിട്ട് വരാനും ആരുമില്ലാണ്ട് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പം അവിടെ അമ്മ വേണമല്ലേ. അമ്മ ഇല്ലാണ്ട് നമുക്കൊരു മടിയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പോകാനില്ല. അല്ലാണ്ട് ഇപ്പം പോയാൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറിച്ചിട്ട് വരുവെല്ലാം ചെയ്യാം, വണ്ടി എടുത്ത് പോയാൽ മതിയല്ലോ. പക്ഷേ അമ്മയില്ലാണ്ട് പോകാനൊരു ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഇനി ഞായറാഴ്ച ഞാൻ പോകുമ്പോൾ കണ്ടൽ മൂത്തിട്ടത് ചക്കയാവുമോ എന്നുള്ളത് അറിയില്ല. എങ്ങനെയായാലും ഞാൻ പോയിട്ട് കുറച്ചെണ്ണം കൊണ്ടുവരും. അപ്പം എൻ്റെ ചക്കക്കണ്ടൽ ഇതാ ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇത് ഒരുപാട് മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് നമുക്ക് ഈ അച്ചാറിലാക്കേണ്ട ഒരു പരുവാണ്. അതുകൊണ്ട് തന്നെ മിക്സിയിലെല്ലാം ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം അടിച്ചാൽ ചിലപ്പം പായസമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് അതേപോലെ ചതച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതിൽ ഇന്ന് തേങ്ങ അരച്ച് വെക്കാമെന്നുള്ള പ്ലാനാണ്. അതിൽ തേങ്ങ അരച്ച് വെച്ചാൽ അച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ചാറും കൂട്ടിയിട്ട് ദോശ തിന്നോളും. ഇന്ന് രാവിലെ അരച്ച ദോശയാണ്. ഇവിടെ രാവിലെ അരച്ച ദോശ ആർക്കും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാനും സനിച്ചേട്ടനും ഇപ്പം രാവിലെ അരി ആഹാരം കഴിക്കാണ്ട് ഓട്സാണ് കഴിക്കുക. അതുകൊണ്ട് നമുക്ക് വേണ്ട, മക്കൾക്ക് മാത്രമേ വേണ്ടൂ. അപ്പം മീനോ അല്ലെങ്കിൽ ചിക്കൻ കറിയിലും ഉള്ള ദിവസം ഞാൻ രാവിലെ അരച്ച ദോശയാക്കും. അല്ലെങ്കിൽ നാക്കിൽ കുറവാണ്, ഇവർ തിന്നൂല. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്നും കഴിക്കാണ്ട് പോയാൽ അത് വിഷമല്ലേ. പക്ഷേ മീൻ കറിയോ ഇതുകൊണ്ടെങ്കിൽ തിന്നും, 1-2 തിന്നും. അപ്പം അത് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ വെച്ചു ഉച്ചക്കേക്കും 2 നേരത്തേക്ക് ഒരു കറിയായ, രാവിലെ ഉച്ചക്കേക്ക് ഒരു കറിയായ നമ്മളെ പണി എളുപ്പമായില്ലേ. അതും കൂടി നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാനാക്കിയതാണ്. അപ്പം വേഗം തേങ്ങയൊക്കെ അരക്കട്ടെ. അപ്പം ആ പണിയെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ മെല്ലെ പോയി മുമ്പിലെ വാതിലങ്ങ് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 6:20 ആയിട്ടുണ്ട്. അപ്പം നല്ല വെളിച്ചം വന്നു. അപ്പം ഇനി വിളക്കെത്തിക്കലും പരിപാടിയെല്ലാമാണ്. അപ്പോൾ ഇടാന്ന് വെച്ചാൽ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് ഗേറ്റ് ഉണ്ടെങ്കിലും അതിലിടന്നിട്ടായാലും നായെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പം മുമ്പിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മേശയുണ്ട്, അത് വെച്ചിട്ട് അടക്കും. അപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറില്ല, ഇല്ലെങ്കിൽ പൂച്ചയോ എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ എലീനെല്ലാം കൊന്നിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇത് വൃത്തിയാക്കാൻ നിൽക്കുവാലും പറഞ്ഞാൽ എൻ്റെ അമ്മോ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തേ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവലില്ല കേട്ടോ. രാവിലെ തന്നെ നീയൊന്ന് ആലോചിച്ച് നോക്കുക. എണീച്ച് വരുമ്പം തന്നെ എലീനെല്ലാം ഇങ്ങനെ കൊന്നിട്ടിട്ട് അത് വൃത്തിയാക്കുക, പിന്നെ ആടെ തുടക്കുക. അയ്യോ, തുടച്ചാലും വൃത്തിയാവില്ല. ഡെറ്റോൾ ആക്കണം അങ്ങനെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പൂ പറിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ബോഗൺവില്ല വെറുതെ നോക്കിയതാണ്. ഇതിൽ കുറേ പൂണ്ടായിന്, എല്ലാം വീട് പോയിട്ടാ. അപ്പം ഞാൻ ചെടിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കെയറിങ്ങൊന്നും കൊടുക്കാത്തൊരു ആളാണ്. എനിക്ക് ചെടിയെല്ലാം നടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പം ഇനി അതെല്ലാം ഒന്ന് കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങണം. പൂവെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ബോഗൺവില്ലയെല്ലാം ഈ ഒരു സമയത്ത് എത്രയാ പൂവല്ലേ ഇനി കാണാൻ. അപ്പം അതെല്ലാം ഇനി ഒന്ന് കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെമ്പരത്തി പൂവും അതെല്ലാം കിട്ടി. അപ്പോൾ അതെല്ലാം ഒന്ന് പടിഞ്ഞാറ്റിൽ വെച്ചു. ഇനി ഒന്ന് വിളക്ക് എത്തിക്കണം. അപ്പോൾ ഞാൻ വിളക്ക് എത്തിക്കുമ്പം നമ്മളെ ഈ കുന്തിരിക്കം ഉണ്ടല്ലോ, പിന്നെ വേറെന്താ സാമ്പ്രാണി അല്ലേ, ആ സാമ്പ്രാണി തിരി കുന്തിരിക്കം എന്ന് പറയുന്നത്. സോറി, അതിൻ്റെ നടുക്ക് കുന്തിരിക്കം ഉണ്ട് തോന്നിട്ട് അതിങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ഉരുകുന്നതായിട്ട് കാണലുണ്ട്. അപ്പോൾ അത് കത്തിച്ച് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ മണവും. അത് രാവിലെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ മണം വീട്ടിലുണ്ടാവും. നമ്മൾ ഏത് സമയം ഇങ്ങനെ ശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ പുറത്തുനിന്ന് വന്ന് കയറുന്നവർ നമ്മളോടേക്ക് നല്ലൊരു മണം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ചോദിക്കും. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്തെല്ലാം പോയി വന്ന് ഉള്ളിലേക്ക് വാതിൽ തുറന്ന് കയറുമ്പോൾ ആ ഒരു മണം ഉണ്ടാവും. അപ്പോൾ ഞാനെപ്പോൾ അത് കത്തിക്കും, രാവിലെയും രാത്രി എല്ലാം ആയിട്ട് കത്തിക്കും. നമ്മിതിടെ കത്തിച്ച് വെച്ചാൽ തന്നെ ഇതിൻ്റെ ആ ഒരു മണവും പുകയും എല്ലാ റൂമിലേക്കും എത്തിക്കൊള്ളൂ കേട്ടോ. രാവിലെ തന്നെ നല്ല ഒരു നമുക്കെന്താ പറയുക, ഒരു അമ്പലത്തിലെല്ലാം പോയാലുള്ള ആ ഒരു ശാന്തതയില്ലേ, അങ്ങനെ തോന്നും നമുക്ക്. അപ്പോൾ ഞാൻ വിളക്കെത്തിക്കുമ്പോൾക്ക് സനിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പം പോയിട്ട് വേഗം ചായ വെക്കണം. ആൾക്ക് വന്നപാടും ഒരു ഗ്ലാസ് ചായ കുടിക്കണം. മധുരമൊന്നും ഇടില്ല കേട്ടോ, കട്ടൻ ചായ കുടിക്കാം, മധുരമിടാത്ത കട്ടൻ ചായ. ഞാനിങ്ങനെ
ആലോചിക്കും എങ്ങനെയാണ് ഇതെല്ലാം കുടിക്കുന്നതെന്നില്ലേ. കുറേ വട്ടം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയും ഞാൻ നാളെ മുതൽ മധുരമൊന്നും കഴിക്കില്ല, പിന്നെ ഞാൻ അങ്ങനെ പറയും. പക്ഷേ എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് മധുരമില്ലാണ്ട് പറ്റില്ല. ഞാനെന്നിട്ടിപ്പം പഞ്ചസാര കഴിക്കുന്നില്ല, പകരം ഞാൻ കാപ്പിയാണ് കുടിക്കുക. അപ്പോൾ സനിച്ചേട്ടന് വേഗം കട്ടൻ ചായ വെച്ച് കൊടുത്തു. ഞാൻ എൻ്റെ കാപ്പി ആക്കുന്നുണ്ട്, ഞാൻ വെള്ള കാപ്പിയാണ് കുടിക്കുക. അതിനിടയ്ക്ക് ഞാൻ മീനെല്ലാം മുറിച്ചു കൂട്ടാം. മീനെല്ലാം മുറിച്ച് പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ട് പെരക്കി എടുത്ത് വെച്ചതാണ്. അതിലേക്ക് ഞാൻ അരച്ച തേങ്ങയും കൂടി ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് മീൻകറി വെക്കുക? പലതരത്തിൽ മീൻകറി വെക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓരോരാളും ഓരോ രീതിയിലായിരിക്കും കറി വെക്കുന്നുണ്ടാവുക. അപ്പം നമ്മുടെ മീൻകറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് വേഗം ഒന്ന് തിളച്ചാൽ നമ്മൾ കറി റെഡിയാവും. അപ്പോൾ പിന്നെ നമ്മുടെ ചക്കക്കണ്ടലിൻ്റെ പരിപാടി ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, ഇന്ന് ചതച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മളെ മീൻകറി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി ഇതുപോലെ വറുത്തി ചേർക്കുന്നുണ്ട്. ചിലവരെല്ലാം മീനിൽ കടുകല്ലേ വറുത്ത് ചേർക്കുക, നമ്മളിങ്ങോട്ടെല്ലാം ഉള്ളി വറുത്തിട്ടാണ് ചേർക്കുക. ഓരോ സൈഡിൽ ഓരോ രീതിയാണ് തോന്നുന്നു, എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അല്ല എല്ലാവരും ഉള്ളി തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. നമ്മളിവിടെ ഇങ്ങനെയാണ് ചേർക്കുക. അപ്പം ഉള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റാണ് ഉള്ളി മൂപ്പിച്ചത്. പണ്ടെല്ലാം അമ്മ അരി പൊങ്ങിക്കുമല്ലോ നമ്മൾ, അപ്പോൾ ആ സമയത്തെല്ലാം ഈ ഉള്ളി ഇങ്ങനെ വാട്ടിയിട്ട് തൊടുക. എനിക്ക് ഇഷ്ടേയല്ല, എനിക്ക് തിന്നാൻ പറ്റില്ല. എനിക്ക് കടുക് വറുത്തിടുക, അല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണ തേങ്ങയെല്ലാം ചെറിയിട്ടിട്ട് വെറും വെളിച്ചെണ്ണ ഇങ്ങനെ നനക്കുന്നത് എനിക്ക് ഇഷ്ടമാട്ടാ. പക്ഷേ മീൻകറിയിൽ എനിക്ക് ഉള്ളി ഇട്ട് തന്നെയാണ് പണ്ടേ ഇഷ്ടം, ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പം നമ്മളെ മീൻകറി ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് മക്കളെല്ലാം എണീച്ച് വന്നു. അവർ പല്ലെല്ലാം തേച്ചു. ഇനി അവർക്ക് ചൂടോടെ ദോശ ഇട്ട് കൊടുക്കണം. മോക്ക് ആയാലും മോനായാലും അവർക്ക് ചൂട് വേണം. ഇനിയിപ്പം കറി തണിഞ്ഞു പോയാൽ എന്നെക്കൊണ്ട് ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ചൂടാക്കും. അച്ചൂട്ടിന് നിർബന്ധമാണ് ചൂട് കറി ചൂട് ചോറ് അങ്ങനെ. അപ്പം ഞാൻ വേഗം ദോശ ചൂടോടെ തന്നെ ചുട്ട് കൊടുക്കാൻ വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായി ദോശ ചൂടാത്തെ, കാരണം ഇവർ കഴിക്കൂല. അതുകൊണ്ട് തന്നെ ദോശക്കല്ലിൽ ഒഴിച്ചാൽ കിട്ടുമോയെന്നില്ല ടെൻഷനിലാണ് ഞാൻ ഉണ്ടായിന്. എന്തോ ഭാഗ്യവശാൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു കല്ല് ചില കല്ല് ചുട്ടാൽ കിട്ടില്ല, പക്ഷെ നമ്മൾ ഈ കല്ല് അപ്പം കിട്ടലുണ്ട്. പക്ഷേ കുറേ നാൾ ചൂടാണ്ടിരിക്കുമ്പം ആദ്യത്തെ ഒരു ദോശ എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പിന്നെ വേഗം ഇങ്ങനെ എണീച്ച് വരും കേട്ടോ ഇങ്ങോട്ട്. അപ്പം എൻ്റെ ദോശ ഇടാവുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് ഞാനൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടൽ മിക്സിയിലൊന്നാക്കിയിട്ട് ചതക്കുക ചെയ്തിന്. അപ്പോൾ പിന്നെ പാത്രത്തിലിട്ടിട്ട് നമ്മളെ കുയ്യമ്മയില്ലേ അതിനോണ്ട് ഇങ്ങനെ ചതച്ചെടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞതും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് എന്താ പറയുക, അതിൻ്റെ നിറം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ കണ്ടൽ ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ നമ്മളെ കണ്ടൽ ഉപ്പേരി റെഡിയായി. കണ്ടൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാക്കുക, നമ്മളിങ്ങനെ ആട്ടാക്കുക. പിന്നെ ഇതിനെക്കൊണ്ട് നമ്മൾ തോരയിലിട്ട് വെക്കും, പിന്നെ മമ്പയറുണ്ടെങ്കിൽ അതിലിട്ട് വെക്കും, സാമ്പാറിലിടും, പുളിശ്ശേരിയാണെങ്കിൽ അതിലിടും. കണ്ടലുണ്ടാകുമ്പോൾ കണ്ടലുമയാണ്, കണ്ടലുപ്പേരി, കണ്ടലുകൊണ്ട് തന്നെ സാമ്പാർ, കണ്ടലുകൊണ്ട് തന്നെ ഇപ്പോൾ പുളിശ്ശേരി, എല്ലാ കറിയിലും കണ്ടലുണ്ടാവും കേട്ടോ. അവിയൽ എല്ലാത്തിലും കണ്ടലുണ്ടാവും. അപ്പം ഇനിയിപ്പം എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഒരുപാട് കണ്ടലൊക്കെ ഉണ്ടാവും. അമ്മ പറിച്ച് തരും. ചിലപ്പോൾ ഒരു ചാക്ക് നിറച്ചുണ്ടാവും. ഞാനന്നേരം എല്ലായിടത്തും കൊടുക്കും. ഇതിനടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും. പിന്നെ ഞാനും കുറച്ച് വീടെടുത്ത് വെക്കും, കുറേ ഫ്രിഡ്ജിൽ വെക്കും. പക്ഷേ കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറിലൊന്നും മാറും ഫ്രിഡ്ജിൽ വെച്ചാലും. എന്നാലും കണ്ടലല്ലേ, ഒരു വിഷമില്ലാത്ത സാധനം, നല്ല ടേസ്റ്റുള്ള സാധനം, എല്ലാവർക്കും ഇഷ്ടമില്ലാതായതുകൊണ്ട് എല്ലാവരും കഴിച്ചോളും. അങ്ങനെ ഇതിലേക്ക് തട്ടി ഒന്ന് ഇളക്കി കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി. അച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അവൻ വെറുതെ തിന്നും, ചോറ് തിന്നിട്ടില്ലെങ്കിലും ഇതൊരു പ്ലേറ്റ് കൊടുത്താൽ അതിരുന്ന് തിന്നോളും. പക്ഷേ എൻ്റെ മോക്ക് ഈ സാധനം കണ്ടുകൂടാ. എൻ്റെ മോക്ക് ഇഷ്ടമല്ല. എനിക്ക് സനിച്ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്, അച്ചൂട്ടിനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടം നോക്കിയിട്ട് നിന്നാൽ നടക്കില്ല. നമ്മളിങ്ങനെ എല്ലാവരും ഇഷ്ടം വിചാരിച്ച് അങ്ങനെ നിൽക്കലില്ല. ഇപ്പം ചായക്ക് കടി പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ കഴിച്ചിട്ട് പോകണ്ടേ, അതുകൊണ്ട് അത് മാത്രം അങ്ങനെ. ബാക്കി കറിയും കാര്യങ്ങളെല്ലാം നമ്മളിഷ്ടത്തിന് തന്നെ ആക്കുക. എല്ലാം കഴിച്ച് കുട്ടികൾ പഠിക്കണമല്ലോ, അപ്പം അങ്ങനെ. ഇതിപ്പോൾ നമ്മളെ ഓട്സ് ആട്ടോ, നമ്മളെ രണ്ടാളെയും ഓട്സ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ സനിച്ചേട്ടൻ്റെ എന്താ പറയുക പല്ലിയപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടാട്ടോ. ആ സമയമാകുമ്പോഴേക്ക് ഇത് സെറ്റായിക്കോളും. ഒരു അരമണിക്കൂർ അടച്ച് വെച്ചാൽ നല്ല സെറ്റായി കിട്ടും. എൻ്റെ ഓട്സ് റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ കാണാം. അപ്പോൾ ഇതാ അച്ഛനും മോളും കൂടി ഇരുന്ന് പ്രാക്ടീസാണ്. അപ്പോൾ ഡാൻസിന് പോകുന്നുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ മുടിയെല്ലാം കെട്ടിക്കൊടുക്കുന്നുണ്ട്. അച്ചൂട്ടിൻ്റെ വണ്ടി വന്നു, അച്ചൂട്ടിന് സ്കൂളും പോയിട്ടാ. ഈ ഒരു വീഡിയോ ഞാനെന്നാൽ ഇടവെച്ച് നിർത്തിയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.